है। എന്നാൽ ഞാൻ ദൈവവചനം ഒരു സഭയുടെ ശുശ്രൂഷകനായിരിക്കുകയും അതുപോലെ തന്നെ ഒരു ജോലിയും കൂടെ ചെയ്തുകൊണ്ടാണ് ദൈവസന്നിധാനത്തിൽ ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി മീറ്റിങ്ങുകൾക്ക് ഇൻവോൾവ് ആകാൻ പ്രയാസമായിട്ട് വന്നു. और यहाँ पर मैं जो है एक प्रभु के कलीसिया की सेवकाई अगुवाई करता हूँ, साथ साथ एक नौकरी भी करता हूँ। इसी कारणवश मैं कई बार मीटिंग्स में जुड़ नहीं पा रहा हूँ। കർത്താവിൻ്റെ ദാസൻ ഇങ്ങനൊരു അവസരം എനിക്ക് വേണ്ടി ഒരുക്കി തന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വളരെ നന്ദിയുള്ളവനും ആയിരിക്കുന്നു. परमेश्वर के दास ने ऐसा एक अवसर मेरे लिए प्रदान किया, इसलिए मैं परमेश्वर का स्तुति करता हूँ और मैं उनको शुक्रिया अदा करता हूँ। എന്നോട് ക്ഷമയോട് കേൾക്കുന്ന എല്ലാവരോടും ദൈവനാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. और मेरी इस आवाजों को सुनने वाले आप सभी को यीशु मसीह के नाम से मैं धन्यवाद कहता हूँ। എന്നേക്കാൾ കഴിവുള്ള അനേക കർത്തൃദാസന്മാർ ഈ സദസ്സിൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം. मेरे से प्रभु की सेवकाई में और कार्यरत प्रभु के दास लोग यहाँ पर उपस्थित हैं, ये मैं अच्छी तरीके से जानता हूँ। ഒരു ചച്ചുകോട്ടിലെ ഒരു ദൈവദാസന്റെ മകനായിട്ട് ജനിക്കുവാൻ എനിക്ക് കർത്താവ് കൃപ തന്നു. चर्च ऑफ गॉड के प्रभु के दास के बेटे के रूप में जन्म लेने के लिए परमेश्वर ने मुझे अनुग्रह दिया। അതുകൊണ്ട് ചെറുപ്പകാലം മുതൽ തന്നെ ദൈവത്തെ നല്ലതുപോലെ അറിഞ്ഞാണ് എനിക്ക് ജീവിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. इसलिए बालकपन से परमेश्वर को अच्छे रीति से जानकर प्रभु में बढ़ने के लिए प्रभु ने मुझे अनुग्रह दिया है। ഏതാണ്ട് 11 വയസ്സുള്ളപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. लगभग मेरे 11वीं उम्र में परमेश्वर की उपस्थिति में प्रभु को स्वीकार करते हुए, परमेश्वर के आज्ञाओं को मानते हुए, बपतिस्मा लेते हुए और प्रभु की आत्मा से भरकर प्रभु आगे बढ़ने में मुझे मदद किया है। ഏതാണ്ട് അന്ന് മുതൽ സുവിശേഷ കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ളതായ ഒരു വലിയ ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. और उन दिनों में ही परमेश्वर की सेवकाई करने का एक बड़ा इच्छा मेरे हृदय में जाग उठा था। അന്ന് സംസാരിക്കുവാനൊന്നും കഴിവില്ലാത്തത് കൊണ്ട് പ്രസംഗിക്കുവാനൊന്നും കഴിവില്ലാത്തത് കൊണ്ട് ട്രാക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയായിരുന്നു എൻ്റെ സ്വഭാവം. और उन दिनों में मैं प्रचार करना नहीं जानता था और मेरे पास वैसे काबिलियत नहीं थी, इसीलिए मैं ट्रैक्ट या पर्ची को बांटने का कार्य में लगे रहते थे। അന്ന് അധികം റിസൾട്ട് ഒന്നും കാണുവാൻ എനിക്കിടയായി തീർന്നില്ലെങ്കിലും പിൽക്കാലത്ത് അന്ന് ഞാൻ ട്രാക്സ് കൊടുത്ത അനേകർ ദൈവസന്നിധാനത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളത് കാണുവാൻ ദൈവം എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. उन दिनों में बहुत बड़ा परिणाम तो दिखाई नहीं दे रहा था, लेकिन उसके बाद के समयों में मैंने जिन जिन को ट्रैक्ट बांटा था, पर्चियों को बांटा था, वे लोग प्रभु में आते हुए देखने के लिए, सुनने के लिए परमेश्वर ने मुझे अवसर दिया है। പ്രൈസ് ദി ലോർഡ്. ഏതാണ്ട് എനിക്ക് 12 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ പിതാവ് ബോംബെയിൽ പാസ്റ്ററായിട്ട് വരുവാനായിട്ട് ഇടയായിരുന്നത്, ബോംബെ VT ചർച്ചിന്റെ. और लगभग मेरे 12वीं उम्र में मेरे पिता जो हैं मुंबई में VT के चर्च ऑफ गॉड की कलीसिया में पासबान की सेवकाई में आए हुए थे। ഏതാണ്ട് എനിക്ക് 14 വയസ്സുള്ളപ്പോഴും ഏതാണ്ട് 9ാം ക്ലാസ് ഞാൻ പാസ്സാകുന്നതായിട്ടുള്ളതായ സമയത്ത് അമേരിക്കയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. और लगभग मेरे 14वीं उम्र में या मैं 9वीं कक्षा में जब था, उस समय मैं यहाँ इस US में आने के लिए परमेश्वर ने हमको अवसर दिया। ഇവിടെയും ഞാൻ കടന്നു വന്ന് എൻ്റെ സ്വന്തമായിട്ടുള്ളതായ ട്രാക്റ്റുകൾ എഴുതി ഇവിടെ ഉള്ളതായിട്ടുള്ളതായ അണ്ടർഗ്രൗണ്ട് അല്ലെങ്കിൽ ഭൂമിക്കടിയിലൂടെ ഓടുന്നതായിട്ടുള്ളതായ ട്രെയിൻ സ്റ്റേഷനുകളിലും ട്രെയിനിലും കൊടുക്കുകയും അനേകരോട് എനിക്കറിയാവുന്ന ഭാഷയിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ അന്ന് ദൈവം എന്നെ സഹായിച്ചു. अमेरिका में जाने के पश्चात मैं अपने स्वयं अपने पर्चियों को लिखता था और जो ट्रेनों में और स्टेशंस में और जिन जिन को मुझे जैसे पता था वैसे मैं परमेश्वर के बारे में उनको बांटता रहता था। ഹല്ലേലൂയ, സ്തോത്രം. അതിന് ശേഷം ദൈവവചനം പഠിക്കുവാനായിട്ട് ബൈബിൾ കോളേജിലേക്ക് കടന്നുപോയി. അവിടെ ദൈവവചനം പഠിച്ചു. തിരിച്ച് ന്യൂയോർക്കിലേക്ക് കടന്നു വന്ന് ന്യൂയോർക്കിൽ ഇന്ന് ശുശ്രൂഷയിലായിരിക്കുകയാണ്. और उसके पश्चात वचन का अध्ययन करने के लिए बाइबल कॉलेज में मैं चला गया और उसके बाद उसके पूर्तिकरण के बाद मैं लौट कर न्यूयॉर्क में आकर मैं परमेश्वर की सेवकाई में तब से कार्यरत हूँ।
1994 മുതൽ പലവിധമായിട്ടുള്ളതായ മേഖലകളിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. और 1994 से लेकर कई क्षेत्रों में परमेश्वर की सेवा में हम लोग प्रभु की स्तुति और आराधना करते आ रहे हैं. ഞാനൊരു ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. मैं एक नौकरी कर रहा हूं, मैंने आपसे कहा. ഞാൻ ക്യാൻസർ അതുപോലുള്ളതായിട്ടുള്ളതായ തീരാ രോഗം ബാധിച്ചു കിടക്കുന്നതായിട്ടുള്ള വ്യക്തികളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരുമായി ദൈവസ്നേഹം പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നതായിട്ടുള്ള ജോലി. और मेरा नौकरी ऐसा है कि जो ऐसे बड़ी बड़ी बीमारी या कैंसर इत्यादि जैसे बीमारी में पड़े हुए लोगों के जीवन में जाकर मैं परमेश्वर का प्रेम को बांटना और उनकी सेवा करना, यही है मेरा नौकरी. ഓക്കെ. ആൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ ചാപ്ലൻ അല്ലെങ്കിൽ പാസ്റ്ററൽ കെയർ കൗൺസിലർ എന്നാണ് ആ തസ്തികയ്ക്ക് അറിയപ്പെടുന്ന പേര്. और वो नौकरी का नाम यहाँ पर चैपलेन या लोगों को सलाह देने वाला या काउंसलर के रूप में मैं कार्य करता हूँ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം യോങ്കേഴ്സിലുള്ളതായ ദൈവസഭയുടെ ശുശ്രൂഷകനായി ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. और साथ साथ वहाँ के एक स्थानीय कलीसिया की सेवकाई में एक सेवक के रूप में भी मैं कार्य कर रहा हूँ. എനിക്ക് ഇന്ന് പാടിയതായിട്ടുള്ളതായ പാട്ടുകൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ളതായ പാട്ടുകളായിരുന്നു. आज जो गीतों को गाया गया था बहुत आशीषमय गीत थे. ദൈവത്തിന് സ്തോത്രം. ദൈവവചന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. परमेश्वर के वचन की सेवकाई में मैं प्रवेश करना चाहता हूँ. ഇന്ന് ഈ രാത്രിയിൽ ഞാൻ ഇവിടെ കടന്നു വരുമ്പോൾ, ഇവിടെ രാത്രിയാണ്, ഇന്ന് രാവിലെ ഇവിടെ ദൈവവചനവുമായി കടന്നു വരുമ്പോൾ आज सुबह के समय मैं परमेश्वर की उपस्थिति में जो वचन लेकर आ रहा हूँ, ഞാനിവിടെ കടന്നു വന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് പ്രസംഗിക്കുവാനായി തയ്യാറെടുത്തുകൊണ്ടാണ് ഞാൻ ഇവിടെ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. जब मैं यहाँ पर आया कि परमेश्वर के वचन को मैं बांटूं, तो प्रभु यीशु मसीह के दूसरे आगमन के विषय में प्रचार करने की तैयारी को लेकर मैं आया था. എന്നാൽ ഇവിടെ വന്ന് ഗാന ശുശ്രൂഷയുടെ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് വേറൊരു സ്ഥലത്തേക്ക് എന്നെ ഇന്ന് രാത്രികാലം നയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. और लेकिन यहाँ आकर इस गीत की सेवकाई के बीच में जब मैं बैठा था, तो परमेश्वर की आत्मा ने मुझे एक दूसरे वचन की आयत की ओर ले जाने का प्रेरणा मुझे दिया. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മഹത്വകരമായ പ്രത്യാശ, തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യമാണ് ഞാൻ വായിക്കുവാനായിട്ട് കടന്നു വന്നത്. എന്നാൽ അതൊന്ന് വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലുക്കിംഗ് ഫോർ ദ ബ്ലെസ്സഡ് ഹോപ്പ് ആൻഡ് അപ്പിയറിംഗ് ഓഫ് ദ ഗ്ലോറി ഓഫ് ദ ഗ്രേറ്റ് ഗാഡ് ആൻഡ് അവർ സേവിയർ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത് ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ ടൈറ്റസ് തീത്തോസ് 2-ാം അധ്യായം 12-ാം വാക്യം, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായും കാത്തുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഒരു ബ്ലസ്സഡ് ഹോപ്പ് അല്ലെങ്കിൽ ഭാഗ്യകരമായ പ്രത്യാശ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുവാൻ തയ്യാറെടുത്തു വന്നത്. मैं जो वचन का तैयारी लेकर आया था वो तीतुस की पत्रियां, उसका 2 अध्याय, उसके 12वें-13वें आयत में इस प्रकार जैसे प्रभु का वचन कहता है, उस धन्य आशा की अर्थात अपने महान परमेश्वर और उद्धारकर्ता यीशु मसीह की महिमा के प्रकट होने की बाट जोते रहे. इस बात का मतलब यीशु मसीह के धन्य आशा और उसके आने के विषय में हम किस प्रकार आशा रखना है, उसके बारे में तैयारी कर आया था. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേറൊരു ലൈനിലേക്ക് നടത്തിയെന്ന് പറഞ്ഞല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ ദൈവത്തിന്റെ പരിരക്ഷണം അല്ലെങ്കിൽ ഹല്ലേലൂയ ആത്മീയമായിട്ടുള്ളതായ ഭദ്രത എന്നുള്ളതായ വിഷയത്തെക്കുറിച്ച് അല്പമായി സംസാരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. लेकिन मैंने थोड़ी देर पहले जैसे कहा कि परमेश्वर की आत्मा ने मुझे दूसरी एक आयत की ओर हमें ले जाने के लिए अगुवाई दिया है, जो परमेश्वर हमारे जीवन में कैसे हमारा ख्याल रखता है और आत्मिक रूप से हमारे जीवन किस प्रकार से बढ़ना है. ഹല്ലേലൂയ. മനുഷ്യനെ നോക്കിയാൽ അവൻ പലവിധമായിട്ടുള്ളതായ ഭദ്രതയ്ക്ക് ആഗ്രഹിച്ച് മുന്നോട്ട് കടന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്.
यदि एक मनुष्य को देखते हैं तो मनुष्य अपने जीवन में कई प्रकार के अपने जीवन को सही रीति से आगे बढ़ाने के लिए इच्छा करते हुए वो जाते हुए हम देख पाते हैं। हालेलुया सामूहिक भद्रता सामाजिक रीति से एक अच्छा अनुभव, साമ്പത്തിക ഭദ്രത आर्थिक रीति से एक अच्छे अनुभव में, ആത്മീയ ഭദ്രത आत्मिक रीति से एक उन्नति के अनुभव में। ഹാലലുയ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിലേക്ക് നാം നോക്കുമ്പോൾ ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല എന്ന് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. यूहन्ना का सुसमाचार 10 अध्याय उसके आगे की आयतों में हम पढ़ते हैं तो प्रभु का वचन इस प्रकार कहता है कि मैं तुम्हें अनंत जीवन देता हूं और कोई भी उससे छीन ना पाएगा। അല്ല, നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ അജഗണങ്ങളാണെന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. हम जो है परमेश्वर यीशु मसीह के बच्चे हैं या चेले हैं, ये ऐसे हम देख पाते हैं। ഹാലലുയ അത് കർത്താവായ യേശു ക്രിസ്തുവിന് പിതാവിങ്കിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള അജഗണങ്ങളാണ് ദൈവമക്കൾ എന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. और प्रभु यीशु मसीह के द्वारा हमें पिता के ओर से मिला हुआ हम परमेश्वर के बेटे हैं, बेटियां हैं, ये बात को हम देख पाते हैं। ഒന്നാമതായിട്ട് നാം ദൈവസന്നിധാനത്തിൽ ആയിരിക്കുമ്പോൾ നാം ആര് എന്നുള്ളതായിട്ടുള്ളതായ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. पहली बात हमें बात को याद रखना है कि हम जब परमेश्वर की उपस्थिति में हैं तो हम कौन हैं, इसका एक दृढ़ निश्चय हमारे जीवन में रहना जरूरी है। 23-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു. और भजन संहिता 23 में इस प्रकार से हम पढ़ते हैं कि यहोवा मेरा चरवाहा है। ഹല്ലേലൂയ കർത്താവ് നമ്മളുടെ ഇടയനായി, അവൻ നമ്മളുടെ നാഥനായി നമ്മളെ നയിക്കുവാൻ നമ്മളുടെ മുൻപിലുള്ളവരും നാം അവനെ പിന്തുടരുന്ന അജഗണങ്ങളുമാണെന്ന് ഉള്ളതിനെ കുറിച്ചുള്ളതായ നാം ദൈവത്തിൻ്റെതാണ് എന്നുള്ളതായിട്ടുള്ള ഒരു ഉറപ്പ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരണം. परमेश्वर हमारा चरवाहा है और हम उसके चराई के बेड़े हैं, इसके बारे में एक अच्छी रीति से एक जानकारी और एक दृढ़ निश्चय और एक भरोसा हमारे जीवन में हमेशा होना जरूरी है। ഹല്ലേലൂയ റോമാലേഖനം അതിന്റെ 8-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദൈവം നമ്മളോട് കൂടെ എങ്കിൽ നമുക്ക് ആര് പ്രതികൂലമായിരിക്കും? और रोमियो की पत्री 8 अध्याय उसकी 31वें आयत में इस प्रकार प्रभु का वचन कहता है कि यदि परमेश्वर हमारी ओर है तो हमारा विरोधी कौन हो सकता है। ഹല്ലേലൂയ. അടുത്തായിട്ട് 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ നാം നോക്കുമ്പോൾ और दूसरी बात 1 कुरिन्ती की 10 अध्याय उसके 13वें आयत में हम जब देखते हैं, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. और प्रभु का वचन इस प्रकार से कहता है कि परमेश्वर ने हमें हमारे जीवन में हम जो सह नहीं सकते उससे भी बड़ी परीक्षा हमारे जीवन में वो नहीं देता है। परमेश्वर विश्वास योग्य है। ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവജനമേ, നമ്മൾ പലവിധമായിട്ടുള്ളതായ വിഷയങ്ങളുടെ നടുവിലൂടെ കടന്നുപോയെന്ന് വന്നേക്കാം. हो सकता है कि आज सुबह के समय में प्रभु के लोगों हम कई प्रकार के जीवन में कठिनाइयों में से या कई परीक्षाओं में से होकर जाने की अवस्था हमारे जीवन में आए। എന്നാൽ നാം ഏതൊരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും लेकिन हम चाहे कैसे भी अनुभव से परिस्थिति में से हम होकर गुजरे, ഹല്ലേലൂയ, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെതാണ് എന്നുള്ളതായിട്ടുള്ളതായ ഒരു ധൈര്യം നമുക്കുണ്ടാകുവാൻ ആവശ്യമാണ്. हम परमेश्वर यीशु मसीह के हैं कर हमारे जीवन में एक दृढ़ निश्चय और भरोसा हमारे जीवन में होना जरूरी है। ഹല്ലേലൂയ. നമുക്ക് കർത്താവ് നമുക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ ലോകത്തിലെ ശക്തികൾ എന്തെല്ലാം വന്നാലും ഹല്ലേലൂയ അതിന് നമുക്ക് പ്രതികൂലമായി നിൽക്കുവാൻ കഴിയുകയില്ല. यदि प्रभु हमारा साथ है, प्रभु हमारे अनुकूल हैं, तो दुनिया में चाहे कितना भी विरोध हमारे जीवन में हमें सामना करना पड़े, वो कोई भी हमें नष्ट नहीं कर पाएगा। ഹല്ലേലൂയ. നമ്മൾക്ക് പലവിധമായിട്ടുള്ളതായ പരീക്ഷകൾ നമ്മളുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ
हमारे जीवन में कई प्रकार की परीक्षाएं जब हमारे जीवन की सामना हमें करना पड़ता है, ആ പരീക്ഷയോടുകൂടി ഒരു നീക്കുപോക്ക് നൽകുന്ന ദൈവിക സാന്നിധ്യമാണ് നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായിത്തീരുന്നത്. लेकिन वचन हमें ये बात को भी बताता है कि हर एक परीक्षा के साथ निकास को भी वो हमारे लिए ठहराया हुआ रहता है। ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, और निर्गमन के पुस्तक उसके 4 अध्याय उसके 13वें पद को हम जब पढ़ते हैं, ഹല്ലേലൂയ, ആകയാൽ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല എന്ന് അറിയുന്നു, മനസ്സിൽ വെച്ചുകൊള്ളുക. और ये बात को तुम्हें जान लेना है कि ऊपर परमेश्वर और स्वर्ग में परमेश्वर और आमीन उसका सारा उपस्थिति हमारे बीच में है, ये अच्छी रीति से हमें जान रखना है। ഹല്ലേലൂയ, ഈ നമുക്കറിയാവുന്നതായിട്ടുള്ളതായ ഒരു പ്രതലത്തിലും നമ്മളുടെ ദൈവത്തെക്കാൾ വലിയവനായ ഒരുവൻ ഇല്ല എന്നുള്ളത് ഇന്ന് രാത്രികാലം നാം ഓർക്കുവാനിടയായി തീരട്ടെ. हम इस संसार में ये बात को अच्छी रीति से समझ जाना है कि हमारा परमेश्वर से भी बढ़कर इस सारे भूमंडल में और कोई भी नहीं है। ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രവൃത്തിക്ക് പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. और 1 पत्रस 3 अध्याय उसके 12वें आयत में इस प्रकार लिखता है, क्योंकि प्रभु की आंखें धर्मियों पर लगी रहती हैं और उसके कान उनकी विनती की ओर लगे रहते हैं। ഹല്ലേലൂയ, ദൈവമക്കളെ, നമ്മളുടേതായിട്ടുള്ള വിഷയങ്ങളിൽ നമ്മളുടേതായിട്ടുള്ളതായ അവസ്ഥകളെ അതുപോലെ കാണുന്ന ഒരു ദൈവത്തിന്റെ സന്നിധാനത്തിലാണ് ഇന്ന് രാവിലെ കാലം നമുക്ക് കടന്നു വരുവാൻ കർത്താവ് സമയം ഒരുക്കിയിരിക്കുന്നത്. आज सुबह के समय में ये बात को हमें अच्छी रीति से समझ जाना है कि हमारी परिस्थितियों को और हमें अच्छी रीति से जानने वाला एक परमेश्वर की उपस्थिति में आज सुबह के समय हम आ पहुंचे हैं, ये भूलना नहीं है। ഹല്ലേലൂയ, പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവം നമ്മളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് നമ്മൾ പലപ്പോഴും വിലപിക്കുന്ന ചില അവസരങ്ങളിലൂടെ നാം കടന്നുപോയെന്ന് വന്നേക്കാം. हो सकता है कि कई बार हम प्रार्थना करते समय में हमें बात को ये मन में हमारी आ जाए कि परमेश्वर हमारी प्रार्थनाओं को सुन नहीं रहा है, और ऐसी अवस्थाओं में से होकर आप शायद जा रहे होंगे। അല്ല, എന്നാൽ നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ചെവിയെ തുറന്നിരിക്കുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. लेकिन ये बात को हमेशा जान रखना है कि हमारी प्रार्थनाओं के सामने अपने कानों को खुला रखने वाला एक परमेश्वर की उपस्थिति में हम हमेशा रहते हैं। ഹല്ലേലൂയ, ഇന്ന് നമ്മളുടെ കണ്ണുകളെ അടച്ച് ദൈവസന്നിധാനത്തിൽ നമുക്കൊന്ന് ചിന്തിക്കുവാൻ കഴിയുമോ? എന്റെ അവസ്ഥയെ ഞാൻ ആയിരിക്കുന്നത് പോലെ കാണുന്ന ഒരു ദൈവത്തിന്റെ സന്നിധാനത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. आज सुबह के समय में हमारी आंखों को बंद करते हुए आज जो भी परिस्थिति से हम होकर जा रहे हैं, उसमें ये बात को क्या हम समझ पाएंगे कि मेरे अवस्थाओं को जैसे मैं जा रहा हूँ, जैसे मैं अनुभव कर रहा हूँ, वो अच्छी रीति से समझने वाला एक प्रभु की उपस्थिति में मैं आज आया हुआ है। ഓ ഹല്ലേലൂയ, സങ്കീർത്തനം 91:1 ഇങ്ങനെ വായിക്കുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. और भजन संहिता 91 उसके पहले आयत में इस प्रकार लिखता है, जो सर्वशक्तिमान के छाये स्थान में आमीन खड़ा हुआ बैठा रहना और सर्वशक्तिमान का छाया में टिकाना पाएगा वो। ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവപൈതലേ, ഇന്ന് രാത്രികാലം ഞാനൊന്ന് ചോദിക്കട്ടെ, നിന്റെ അവസ്ഥയുടെ മുൻപിൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ നിന്റെ ആശ്രയം വെക്കുവാൻ നിനക്ക് കഴിയുമോ? और आज सुबह के समय में क्या मैं आपसे ये सवाल पूछूं कि आप आज जो भी परिस्थिति में से होकर जाते हैं, वो सर्वशक्तिमान के छाया हुआ स्थान में आप टिकाना पाने के लिए आप अनुभव कर पा रहे हैं क्या? നിന്റെ വിഷയത്തിന് മേൽ നിന്നെ തകർക്കുവാൻ നോക്കി നിൽക്കുന്ന നിന്റെ അവസ്ഥയുടെ മുൻപിൽ ഹല്ലേലൂയ നിന്നെ മറച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ശക്തിയാണ് ഇന്ന് രാത്രികാലം നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്.
और आमीन, आप जो भी विषय या परिस्थिति में से होकर जाते हैं, वहां पर आपको पूर्ण रीति से नष्ट करने वाले एक शक्ति के सामने परमेश्वर अपने छाए हुए स्थान में आपको छिपा रखता है। ये बात को हमें वचन में से देखते हैं। ഹാലലുയ. ദൈവമക്കളെ, ഇന്ന് രാത്രികാലം നാം ദൈവസന്നിധാനത്തിൽ വസിക്കുമ്പോൾ അമേരിക്കയില് ഇന്നത്തെ കാലാവസ്ഥ ഒന്ന് നോക്കിയാൽ വളരെ അത്യുഷ്ണമുള്ളതായിട്ടുള്ളതായ ഒരു ദിവസമായിരുന്നു ന്യൂയോർക്കിൽ. और आमीन, प्रभु के लोगों, आजकल हमारी आसपास की परिस्थितियों को हम देखेंगे तो अमेरिका में अभी इस वक्त में अभी के हालात में आज के दिन सबसे ज्यादा गर्मी वाला एक दिन आमीन पिछले दिन हमारे सामने से गए। ഹാലലുയ. പലപ്പോഴും മരത്തിന്റെയും മറ്റും തണല് നോക്കി നടക്കുന്നതായിട്ടുള്ളതായ ഒരവസ്ഥ കാണുവാനായിട്ടിടയായിത്തീരുന്നുണ്ട്. कई बार ऐसे हो जाते हैं कि हम कई पेड़ के छाया को हम पाने के लिए हम पेड़ के उस छाया को ढूंढते हुए जाते अनुभव को हम देख पाते हैं। ഹാലലുയ. അവൻ നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ ഹാലലുയ നിന്നെ തകർക്കുവാൻ നോക്കുന്ന ശത്രുവിനെതിരായി നിന്നെ ഹാലലുയ മറവായി നിൽക്കുന്ന ഒരു ദൈവം മാത്രമല്ല, ദൈവത്തിന് സ്തോത്രം, നിന്നെ നശിപ്പിക്കുവാൻ നോക്കുന്ന നിന്റെ ചൂടെടുത്ത് നിന്റെ ജീവിതത്തിൽ നീ അഴലേറുന്ന സാഹചര്യത്തിൽ നിന്റെ ജീവിതത്തിനൊരു തണലായി നിൽക്കുന്ന ഒരു ദൈവം കൂടിയാണ് എന്ന് ഇന്ന് രാവിലെ കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ. आज सुबह के समय में बात हम आपको याद दिलाते हैं कि आपको नष्ट करने वाले और शत्रु के ताकतों के बीच में आपके लिए एक ठिकाना ही नहीं, आपको आपके जीवन में अनुभव करने वाले गर्मी भरी परिस्थितियों में भी आपके जीवन में छाया देकर आपको संभालने वाला एक परमेश्वर है। ये बात आपको हम याद दिलाते हैं। 4-ാം വാക്യത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ തന്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. और उसके भजन संहिता 91 उसके 4 आयत में हम जब जाते हैं तो वहां पर लिखता है कि वो हमें अपने पंखों से हमें छिपा रखता है അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. और उसके परों के नीचे हम शरण पाएंगे। ഹല്ലേലൂയ. അത് കഴിഞ്ഞു കഴിയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. और उसके आगे में लिखा है कि उसकी सच्चाई तेरे लिए ढाल और झिलम ठहरेगी। ഹല്ലേലൂയ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, प्रिय लोगों, इसका अर्थ क्या है यदि हम पूछे तो, ഹല്ലേലൂയ, നമുക്ക് ഒരു കാര്യം ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, और यदि एक कार्यों में यदि किसी विषय में परमेश्वर ने हमें वायदा दिया है तो ഹല്ലേലൂയ, അവന്റെ വിശ്വസ്തത അത് നിറവേറുവാൻ തക്കോണം അവൻ നിന്റെ പരിചയം പലകയുമായി നിന്നോട് കൂടെ ഇരിക്കും എന്നുള്ളതാണ്. वो परमेश्वर अपनी सच्चाई को अपने जीवन में दिखाने के लिए वो हमारे लिए ढाल और झीलम बनकर हमारी मदद करेगा। ये वचन हमें समझाता है। ഓ ഹല്ലേലൂയ. അവൻ നമ്മളെ മുകളിൽ നിന്നും പരിപാലിക്കുന്ന ഒരു ദൈവമാണ്. वो हमें अपने पंखों तले छिपाकर हमें सहायता करने वाला, हमें सुरक्षा देने वाला परमेश्वर है वो। ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 33-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, ഇംഗ്ലീഷ് ആവർത്തന പുസ്തകം 33-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. Deuteronomy. व्यवस्था विवरण Deuteronomy 30. You understand English better? Yes, yeah. Okay. Deuteronomy 33:27. व्यवस्था विवरण 33 अध्याय उसके 27वें पद। Hallelujah. Praise the Lord. പുരാതനായ ദൈവം നിന്റെ സങ്കേതവും കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. अनादि परमेश्वर तेरा गृहधाम है और नीचे सनातन भुजाएं हैं। वे शत्रुओं को तेरे सामने से निकाल देता और कहता है उनको सत्यानाश कर दे। हालेलुया.
ഒരു കാര്യം നാം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, അവൻ നമ്മുടെ ഹല്യ ഇവിടെ കാണുന്നതായിട്ടുള്ളതായ വിഷയം, ദൈവം നിന്റെ സങ്കേതം, അവൻ കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. और यहाँ पर वचन हमें इस प्रकार से समझाता है कि अनादि परमेश्वर हमारा गृहधाम, हमारा दृढ़ गढ़ है और नीचे उसकी सनातन भुजाएं रहती हैं. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തളരാത്ത ഒരു കരമാണ് നമ്മളുടെ ദൈവത്തിന്റെ കരം. एक बात हम यदि परमेश्वर के विषय में कहें तो हमारी परमेश्वर की भुजाएं कभी भी वो थकती नहीं हैं. ഹല്ലേലൂയ, ഈ കരം എന്നേക്കും നിലനിൽക്കുന്ന ഒരു കരമാണ്. और ये प्रभु का हाथ जो है वो हमेशा स्थिर रहने वाला उसके हाथ है. ഹല്ലേലൂയ, അത് നിത്യമായിട്ടുള്ളതായ ഒരു കരമാണ്. वो हमेशा हमेशा के लिए अनंतता तक रहने वाला उसका हाथ रहता है. ഓ പ്രൈസ് ദി ലോർഡ്. നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ അടിയിൽ നിന്ന് താങ്ങുന്ന ഒരു കരമായതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और वो प्रभु हमें हमेशा संभालने वाला और हमें नीचे से हमें दृढ़ रखने वाला वो हाथ है, इसलिए हम प्रभु का स्तुति और धन्यवाद करते हैं. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, when you come to Hebrew chapter 13 verse 8, എബ്രായ ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്ന് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. जब हम इब्रानियों की पत्री उसके 13 अध्याय उसके 8 आयत में हम पढ़ते हैं तो वचन इस प्रकार लिखता है कि यीशु मसीह आज, कल और हमेशा वो युगान युग रहता है. हालेलुया. मनुष्य मारुम और मनुष्य बदल जाएगा. हालेलुया. നമ്മളുടെ ബന്ധുക്കൾ മാറും. हो सकता है कि हमारे रिश्तेदार में जो हैं वो लोग बदल जाएंगे. നമുക്ക് സഹായമായി ഈ ലോകത്തിലുള്ളതെല്ലാം മാറും. हमारे लिए जो सहायता देने के लिए इस दुनिया में जो कोई भी है वे भी इस दुनिया से चले जाएंगे. എന്നാൽ മാറാത്ത ഒന്നുണ്ട്, അത് ദൈവത്തിന്റെ കരം മാത്രമാണ്. लेकिन ना बदलने वाला एक है, वो हमारा परमेश्वर का हाथ है. हालेलुയ. ആ ദൈവിക കരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. वो परमेश्वर का कार्य के लिए मैं प्रभु का धन्यवाद करता हूँ. ഓ हालेलुയ. യെശയ്യാ പ്രവചനം അതിന്റെ 52 ഐസയ ചാപ്റ്റർ 52 വേഴ്സ് 12 ഇങ്ങനെ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ. നിങ്ങൾ ബദ്ധപ്പാടോടെ ഓടിപ്പോകുകയുമില്ല. യഹോവ നിനക്ക് മുൻപായി നടക്കും. ഇസ്രായേലിന്റെ ദൈവം നിങ്ങളുടെ പിൻപട ആയിരിക്കും. और यशायाह नबी के पुस्तक उसके 52 अध्याय उसके 12 आयत में इस प्रकार लिखता है कि तुम उतावला कर तुम निकलने नहीं पाएंगे और भागते हुए चलना पड़ेगा, क्योंकि यहोवा तुम्हारे आगे आगे अगुवाई करता हुआ चलेगा और इज़राइल का परमेश्वर तुम्हारे पीछे भी रक्षा करता चलेगा. हालेलुയ. നമ്മുടെ ദൈവം നമുക്ക് മുൻപും പിൻപുമായി പോകുന്ന ഒരു ദൈവമാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. हमारा परमेश्वर हमारे लिए, हमारे आगे और हमारे पीछे हमें संभालने वाला प्रभु है, इसलिए हम प्रभु का धन्यवाद और स्तुति करते हैं. അല്ലേ, നമ്മളുടെ ജീവിതത്തിൽ ദുർഘടമേടുകൾ കടന്നു വരുന്നതായിട്ടുള്ള പല അവസ്ഥകൾ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. हो सकता है कि हमारे जीवन के अंदर कई प्रकार की मुश्किल अवस्थाएं आते हुए हम दिखाई दे. അങ്ങനെയുള്ളതായ അവസ്ഥകളിലൂടെ നാം കടന്നു പോകുമ്പോൾ, और ऐसी परिस्थिति में से होकर जब हम जाते हैं, യെശയ്യാ പ്രവചനം 45 അധ്യായം അതിന്റെ 2 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്ര വാതിലുകളെ തകർത്ത് ഇരുമ്പ് ഓടാലമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. और यशायाह नबी के पुस्तक 45वें अध्याय उसके 2 वचन में इस प्रकार लिखते हैं कि मैं तेरे आगे आगे चलूंगा और ऊंची ऊंची भूमि को चौरस करूंगा. मैं पीतल के किवाड़ों को तोड़ डालूंगा और लोहे के बेड़ों को टुकड़े टुकड़े कर दूंगा. ദൈവമക്കളെ, നമ്മളുടെ ജീവിതത്തിൽ ഹാല്യ മുന്നോട്ട് കടന്നു പോകുവാൻ കഴിയാതെ കുണ്ടും കുഴിയുമായി ദുർഘടമായി നിൽക്കുന്ന അവസ്ഥകളെ നിരപ്പാക്കി നിന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യത്തിൽ ഇന്ന് രാവിലെ കാലം നമുക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്.
परमेश्वर के प्रिय लोगों, हम अपने जीवन में हम आगे ना बढ़ सके, ऐसे रुकावटों को, मुश्किलों को हमारे जीवन में परमेश्वर चौरस कर देने वाला वो प्रभु का उपस्थिति में हम आज सुबह आ पहुंचे हैं, इसलिए हम परमेश्वर का स्तुति और धन्यवाद करते रहना है। ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന ചില വാതിലുകളെ അവൻ തകർത്ത് നിനക്ക് മുന്നോട്ട് പോകുവാൻ വഴികളെ ഒരുക്കുവാനായിട്ട് ഇടയായിത്തീരും. और वो परमेश्वर हमारे जीवन में रुकावट के समान रुके हुए कई ऐसे द्वारों को तोड़कर हमारे लिए रास्ता आगे को बनाने वाला वो परमेश्वर है वो। ഇന്ന് രാവിലെ കാലം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, आज सुबह के समय मुझे सुनने वाले प्रिय लोगों, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ നീ ഒരു മുന്നോട്ട് കടന്നു പോകുവാൻ കഴിയാതെ ഹല്ലേലൂയ ഗതി മുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നെന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ, और आप यदि ऐसे अनुभव में हैं कि आप आगे नहीं बढ़ पाते हैं और आप ऐसे रुकी हुई या ठहरी हुई एक अनुभव में यदि आप अनुभव में रहते हैं, तो ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു വിഷയമുണ്ട്. आज रात को प्रभु की आत्मा आपसे या सुबह के समय प्रभु की आत्मा आपसे बात करने वाला एक विषय है। നിന്റെ പാതയെ നിരപ്പാക്കി आपके रास्तों को चौरस करते हुए നിന്റെ ജീവിതത്തിനെതിരായി നിൽക്കുന്ന സകല ശക്തികളെയും തകർത്ത് आपके जीवन के विरोध में खड़े रहने वाले हर एक ताकतों को नष्ट करते हुए ഹല്ലേലൂയ നിന്നെ വിടുവിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ സന്നിധാനത്തിലാണ് ഇന്ന് രാത്രികാലം നീ വന്നിരിക്കുന്നത്, ഇന്ന് രാവിലെ കാലം വന്നിരിക്കുന്നത്. आज आपको जीवन को छुटकारा दिलाकर आपको आगे ले चलने के लिए एक महान परमेश्वर की उपस्थिति में आप आ पहुंचे हैं। ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന് സ്തോത്രം. നിന്റെ വലത്ത് ഭാഗത്ത് നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ പ്രൊട്ടക്ട് ചെയ്യുവാൻ നിന്നോട് കൂടി ഇരിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിയുവാനിടയായി തീരട്ടെ. आज सुबह के समय में आपके दाहिनी ओर आपको सुरक्षा देने के लिए, आपको हाथ पकड़कर चलाने के लिए परमेश्वर का उपस्थिति में हम आए हैं, ये हम भूलना नहीं है। ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനം 16 Psalm 16 verse 8, 16 ഇങ്ങനെ വായിക്കുന്നു. भजन संहिता 16 उसका 8 में इस प्रकार लिखा हुआ है, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, मैंने यहोवा को निरंतर अपने सम्मुख रखा है, അവൻ എന്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. इसीलिए कि वह मेरे दाहिने हाथ रहता है, मैं कभी ना डगमगाऊंगा। അല്ല, മുകളിൽ നിന്നും നമ്മളെ കാത്തുരുവാലിക്കുന്ന, നമ്മളെ രക്ഷിക്കുന്ന, നമുക്ക് ഭദ്രത തരുന്നതായിട്ടുള്ളതായ ഒരു ദൈവിക സാന്നിധ്യത്തെ കുറിച്ച് ഇന്ന് രാത്രികാലം കേൾക്കുവാൻ നമുക്കിടയായി തീർന്നു. आज सुबह के समय में हम इस प्रकार सुना है कि ऊपर से हमें संभालने वाला, हमारे जीवन को सही रीति से आगे ले चलने वाला एक परमेश्वर के बारे में हमने आज सुना। ഹല്ലേലൂയ. നമ്മളുടെ അടിയിൽ നിന്ന് നമ്മളെ കാക്കുന്ന ശാശ്വത കരങ്ങളെ കുറിച്ച് നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. हमारे जीवन में नीचे से हमें संभालने वाला उस परमेश्वर के हाथ के विषय में हमने आज सुना है। ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മളുടെ പിൻപടയായി നമ്മളോട് കൂടെ ഇരിക്കുന്ന ദൈവിക സാന്നിധ്യത്തെ കുറിച്ച് നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. और साथ ही साथ हमने ये भी आज सुबह के समय में सुना कि हमें पीछे से हमें सुरक्षा देने वाला वो परमेश्वर की उपस्थिति हमारे बीच में हमेशा रहती है। അല്ലെ, നമുക്ക് മുൻപായി കടന്നുപോയി നമ്മുടെ പാതകളെ നിരപ്പാക്കുന്ന ഒരു ദൈവിക സാന്നിധ്യത്തെ കുറിച്ച് ഇന്ന് രാത്രികാലം നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. हमारे आगे आगे जाकर हमारे हर एक मुश्किलों को चौरस कर देने वाला वो परमेश्वर की उपस्थिति के बारे में आज हमने सुबह के समय मनन किए। എന്നാൽ ഇപ്പോൾ നാം ചിന്തിക്കുന്നത്, अब हम जो वचन में आ पहुंचा है, ഹല്ലേലൂയ, നമ്മളുടെ വലത്ത് ഭാഗത്ത് നമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമാണ്. हमारे दाहिनी ओर हमेशा हमारे लिए रहने वाला एक परमेश्वर। ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഒരു സഹോദരനെ പോലെ, ഒരു കൂട്ടുകാരനെ പോലെ നമ്മളോട് കൂടെ സഹകരിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യമാണ്. ദൈവത്തിന് സ്തോത്രം.
इसका अर्थ इतना ही है कि एक अच्छे मित्र के समान, एक अच्छे भाई के समान हमारे जीवन को हर समय सहायता के लिए उपलब्ध रहने वाला एक परमेश्वर के बारे में हम इस वचन में पढ़ते हैं। ഓ ഹാലലുയ, നമുക്ക് കടന്നു ചെല്ലുവാൻ കഴിയാത്ത ഒരു വലിയ ഒരു ദൈവം, ഹാല്യ മനസ്സിലാക്കുവാൻ കഴിയാത്ത നമ്മളെക്കാൾ വലിയവനായ ഒരു ദൈവം ആയിരിക്കെ നമ്മളുടെ വലത്ത് ഭാഗത്ത് നമ്മളോടുകൂടെ കടന്നു വരുന്ന നമ്മളുടെ സഹചാരിയായ ഒരു ദൈവിക സാന്നിധ്യമാണ് ഇന്ന് പകൽക്കാലം നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. हमारा प्रभु के विषय में हम जानते हैं कि वो इतना महान परमेश्वर है कि हम उसकी आस-पास में भी मंडरा नहीं सकते हैं, लेकिन प्रभु का वचन इस प्रकार कहता है कि हमारे दाहिनी ओर रहकर हमारे साथ मिलकर हमारे लिए मदद करने वाला, हमारी सहायता पहुँचाने वाला और हमारे साथ हमें सांत्वना देने वाला एक परमेश्वर है हमारा प्रभु, जिसकी हम सेवा करते हैं। പലപ്പോഴും ദൈവമക്കളെ, ഈ ലോകത്തിൽ അല്പം അധികാരമോ സ്ഥാനമോ എന്നുണ്ടെങ്കിൽ ഹാലലുയ സാധാരണക്കാർക്ക് അവർക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയുകയില്ല. എന്നാൽ ഇന്ന് രാത്രികാലം സർവോന്നതനായ ഹാലലുയ സർവമഹത്വവാനായ സർവത്തിന് ഉപരിയായ എന്റെ ദൈവം എന്റെ വലത്ത് ഭാഗത്ത് എന്നോടുകൂടെ നടക്കുന്ന ഒരു ദൈവമാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. इस दुनिया में हम ऐसे जाने माने लोगों को देखते हैं, यदि वो एक पद में पहुंच जाते हैं तो हम उसके आसपास में भी जा नहीं सकते, हम खड़े नहीं रह सकते। लेकिन परमेश्वर के विषय में वचन हमें बताता है, यद्यपि वो महान परमेश्वर है, लेकिन हमारे दाहिने ओर आकर हमें मदद पहुंचाने के लिए, हमें सांत्वना देने के लिए वो हमेशा उपस्थित रहता है। അങ്ങനെ നമ്മളോട് കൂടെ നടക്കുന്ന നമ്മള് ഹാലലൂയ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മളോട് ഇടപെടുവാൻ കഴിയുന്ന ഒരു സ്വർഗീയ സാന്നിധ്യം ഇന്ന് രാത്രികാലം പ്രിയ സഹോദര, പ്രിയ സഹോദരി, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുമോ? और ऐसे हमारे परिस्थिति में उतर आकर हमें समझने लायक, हमसे बातों को कहने वाला, हमारे हर एक अवस्थाओं में हमारा साथ रहने वाला वो परमेश्वर की उपस्थिति को आज क्या हम अपने जीवन में अनुभव कर पा रहे हैं, हम समझ पा रहे हैं क्या? ഓ ഹാലലുയ, നീ പലവിധമായ വേദനകളുടെ നടുവിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. हो सकता है कि आप बहुत सारे वेदनाओं के बीच में से जाने वाला, गुजर कर जाने वाला एक व्यक्ति होगा। പല വിഷയങ്ങളെ നോക്കി ഭാരപ്പെടുകയും ഭയപ്പെടുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യരായിരിക്കാം. और हो सकता है कि कई विषयों को प्रति आप बड़े बोझ के साथ और बड़े भय के साथ सामना करने वाला एक व्यक्ति हो। എന്നാൽ നിന്റെ വിഷയത്തിന്റെ അരികിലേക്ക് ഹാലലുയ ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ സന്നിധാനത്തിലാണ് ദൈവവേദനേ നീ ഇന്ന് രാത്രികാലമായി പകൽക്കാലമായിരിക്കുന്നത്. लेकिन ये बात को आप भूलना नहीं है कि आपके परिस्थिति जो कोई भी हो, उस परिस्थिति में उतर आकर आपके लिए मदद पहुंचाने वाला एक प्रभु का उपस्थिति में आज सुबह आया है। ये बात को हमें भूलना नहीं है। അല്ലെ ഇന്ന് രാത്രികാലം ഞാൻ ഒരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. आज सुबह के समय में एक और आयत को पढ़ते हुए मैं यहाँ पर समाप्त करने की कोशिश कर रहा हूँ। 125 സങ്കീർത്തനം भजन संहिता 125 അതിന്റെ രണ്ടാമത്തെ വാക്യം, उसके 2 आयत से हम पढ़ते हैं। ഹല്ലേലൂയ, പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നു. जिस प्रकार यरूशलेम के चारों ओर पहाड़ हैं, യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. उसी प्रकार यहोवा अपनी प्रजा के चारों ओर अब से लेकर सर्वदा तक बना रहेगा। ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്നുവെന്ന്, ഹല്ലേലൂയ, അവരെ ഭയപ്പെടുന്നവർക്ക് ചുറ്റും പാളയം ഇറക്കിയിരിക്കുന്നുവെന്ന് 34 സങ്കീർത്തനം അതിന്റെ 7 വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. भजन संहिता 34 उसके 7 में इस प्रकार प्रभु का वचन में हम देखते हैं कि यहोवा के डरवैयों के चारों ओर उसके दूत छावनी किए हुए बचाने के लिए उपस्थित रहता है। ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം ദൈവസന്നിധാനത്തിലായിരിക്കുന്ന ദൈവമക്കളെ, आज सुबह के समय में प्रभु की उपस्थिति में आए हुए प्रिय लोगों, ഹല്ലേലൂയ, ദൈവം നിന്നോട് കൂടെ നിന്റെ മുകളില്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, അവന്റെ സർവ്വ സാന്നിധ്യം കൊണ്ട് നിന്നെ ചുറ്റിയിരിക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധാനത്തിലാണ് നീ ഇന്ന് പകൽക്കാലമായിരിക്കുന്നത്.
ये बात को हमें भूलना नहीं है कि परमेश्वर हमारे ऊपर, हमारे चारों ओर उसकी उपस्थिति से हमें आमीन संभालने के लिए, हमें सहायता करने के लिए हमेशा वो मौजूद हैं। ये बात को हम भूलना नहीं है। ഹല്ലേലൂയ. ഇങ്ങനെ നമ്മളോട് കൂടി ആയിരിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ ഇന്ന് രാവിലെ കാലം ദൈവം നമ്മളെ ഒരുക്കിയവൻ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. और ऐसे प्रभु की उपस्थिति को हमारे जीवन में हर समय अनुभव करने के लिए, विशेष आज सुबह के समय प्रभु की उपस्थिति में आने के लिए प्रभु ने हमें ऐसा एक अवसरों को दिया है, इसलिए हम प्रभु का स्तुति करते रहना है। ഓ ഹല്ലേലൂയ. നമ്മളുടെ കണ്ണുകളെ അടയ്ക്കാം. आइए हम अपनी आंखों को बंद करें। ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. हम अपने आप को प्रभु के हाथों में अपने जीवन को समर्पित करेंगे। അല്ല, ഏതൊരു വിഷയമായി ഇന്ന് രാത്രി പകൽക്കാലം രാവിലെ കാലം നീ ദൈവസന്നിധാനത്തിൽ കടന്നു വന്നിരിക്കുന്നുവോ? आप कौन से विषय लेकर आज सुबह के समय प्रभु की उपस्थिति में आए हैं? അല്ല, ഒരു ദൈവിക സാന്നിധ്യവും ദൈവിക പ്രവൃത്തിയും അതിന്റെ മേൽ വെളിപ്പെടുവാൻ തക്കോണം ഇന്ന് രാത്രി പകൽക്കാലം ഇടയായി തീരട്ടെ. ओ परमेश्वर का उपस्थिति और प्रभु का कार्य आपके उस विषय के अंदर कार्य करने के लिए आज प्रभु आपके जीवन में सहायता करने दे। എന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു എന്ന് കാണുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ അത്ഭുത കരം നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. और मेरे जीवन में परमेश्वर ने कार्य किया, ऐसे अनुभव करने के लिए और प्रभु का एक बड़ा उपस्थिति को देखने के लिए प्रभु आपके जीवन में मदद करने दे। ഹല്ലേലൂയ. നീ ഏതൊരു സാഹചര്യത്തിലായിരിക്കുന്നോ? आप जो भी परिस्थिति में क्यों ना हो, ഹല്ലേലൂയ. നിന്നെ നീ ആയിരിക്കുന്നത് പോലെ അറിയുന്നവനായ ഒരു ദൈവിക സാന്നിധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. आप जैसे भी हो, जैसे परिस्थिति में भी हो, वैसे जानने वाला एक प्रभु आपके लिए है, ये आप भूलना नहीं है। അല്ലേ, നാം ഇവിടെ വായിച്ചു തുടങ്ങിയത് ഇങ്ങനെയാണല്ലോ. हम यहाँ पर इस प्रकार अपने वचनों को शुरुआत किए थे। ഹല്ലേലൂയ. പിതാവ് നൽകപ്പെട്ടതായ ആടുകളാണ് നാം. प्रभु की ओर से दिए हुए भेड़ हैं हम लोग। ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കെതിരായി ആർക്ക് നിൽക്കുവാൻ കഴിയും? यदि परमेश्वर हमारे संग हैं तो हमारे विरोध कौन हो सकता है? ഓ ഹല്ലേലൂയ. ദൈവം നമ്മളുടെ പരിശോധനയിൽ നമ്മളെ നിലനിർത്തുവാൻ കഴിവുള്ള ദൈവമാണ്. हमारी परीक्षाओं में हमें स्थिर रखने के लिए वो परमेश्वर सामर्थी हैं। ഹല്ലേലൂയ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവിക കൃപയും ദൈവിക സാന്നിധ്യവും ഹല്ലേലൂയ അവന്റെ പരിരക്ഷണവും അനുഭവിച്ചറിയുവാൻ ഈ രാത്രികാലം ഇടയായി തീരട്ടെ. आप एक एक के जीवन में परमेश्वर की उपस्थिति और प्रभु का वो कार्यों को आप अपने जीवन में अनुभव करने के लिए आज सुबह के दिनों में प्रभु आपके जीवन में कार्य करने दे। ഹല്ലേലൂയ. രോഗികളായി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, बीमारियों में आमीन मुझे सुनने वाले मेरे प्रिय लोगों, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മുറിഞ്ഞ കരം തൊട്ട് സൗഖ്യം അനുഭവിക്കുവാൻ ഇടയായി തീരട്ടെ. आज सुबह के समय में वो परमेश्वर का छिदा हुआ हाथ आपके ऊपर रखकर परमेश्वर आपको चंगाई देने पाए। ഹല്ലേലൂയ. മുന്നോട്ട് എങ്ങനെ കടന്നു പോകണമെന്ന് അറിയാതെ ഹൃദയത്തിൽ ഭാരപ്പെട്ടുകൊണ്ട് എന്നെ ശ്രവിക്കുന്നതായി പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഇരുമ്പ് ഓടാമ്പുകളെ തകർക്കുന്ന ദൈവിക കൃപ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനിടയായി തീരട്ടെ. आगे को कैसे बढ़ूं, ऐसे चिंता में बड़े भोज के साथ मुझे सुनने वाले प्रिय लोगों, प्रभु का वचन आज हमने जैसे सुना, हमारे आगे आगे जो पीतल के किवाड़े हैं उसको तोड़कर हमारे लिए रास्ता तैयार करने वाला वो परमेश्वर हमारे साथ है, ये हमें भूलना नहीं है। ഓ ഹല്ലേലൂയ. ഈ ദൈവകരങ്ങളിലേക്ക് അടിയങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരികയാണ്. और प्रभु आपके हाथों में अपने जीवन को हम समर्पित करते हैं। ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ കൃപ നൽകണമേ. बड़े ही आपके साथ आगे बढ़ने के लिए परमेश्वर आप हमें अनुग्रह दे। ഹല്ലേലൂയ. സർവ്വവും ക്രിസ്തുയേശുവിൻ നാമത്തിൽ യാചിക്കും, കൃപ കേൾക്കുമാറാകണമേ. सब कुछ यीशु मसीह के नाम से हम मांगते हैं, दया से सुन और कबूल करे। आमीन। ഹല്ലേലൂയ. കേട്ടുകൊണ്ടിരുന്നതായിട്ടുള്ളതായ വിശ്വാസികൾക്കും പാസ്റ്റർമാർക്കും സഹോദരിമാർക്കും എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. इतने समय तक हमें सुना हुआ हर एक प्रभु के दास लोगों को, विश्वासी भाई बहनों को यीशु मसीह के नाम से मैं धन्यवाद करता हूँ।